Next, we are discussing about the aircraft characteristics. These listed items are included in the aircraft characteristics, which we are discussing in detail in the upcoming slides. First one is the aircraft capacity, which is a parameter which actually determines how many number of passengers, how many number of baggages, and how many number of cargoes which can accommodate in an aircraft. It depends upon size of aircraft, propulsive power of aircraft and speed of aircraft. അത് നമ്മുടെ എൻജിൻസ് പല രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കാറുണ്ട്. പിസ്റ്റൺ എൻജിൻസ് ആവാം, അല്ലെങ്കിൽ ജെറ്റ് എൻജിൻസ് ആവാം, അല്ലെങ്കിൽ റോക്കറ്റ് എൻജിൻസ് ആവാം. സോ ഏത് ടൈപ്പ് ഓഫ് മെത്തേഡ് ഓഫ് എൻജിൻസ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതിന് അക്കോർഡിംഗ് ആയിട്ട് അതിൻ്റെ പവറിന് വേരിയേഷൻസ് വരാം. ഓക്കെ, സോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് എയർക്രാഫ്റ്റ് കപ്പാസിറ്റിയിൽ ഡിഫറൻസസ് വരാം. Next is aircraft speed. There are generally two types of speed. First one is air speed and second one is a ground speed. Air speed is defined with respect to the air as a medium, and ground speed is defined with respect to the ground. Okay, അതിൽ എയർ സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഗ്രൗണ്ട് സ്പീഡ് പ്ലസ് ഓർ മൈനസ് വിൻഡ് സ്പീഡ് എന്ന് എഴുതാം. അതായത് നമ്മുടെ വിൻഡ് ഡയറക്ഷനിൽ തന്നെയാണ് നമ്മുടെ എയർക്രാഫ്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതെപ്പോഴും നമ്മുടെ മൂവ്മെൻറ്റിന് ഫേവറബിൾ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. സോ അങ്ങനെയുള്ള കേസസിൽ ഗ്രൗണ്ട് സ്പീഡ് പ്ലസ് വിൻഡ് സ്പീഡ് ആയിരിക്കും വരാം. സപ്പോസ് അത് മൂവ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ഗ്രൗണ്ട് സ്പീഡ് മൈനസ് വിൻഡ് സ്പീഡ് ആയിരിക്കും അവിടെ വരാം. ഓക്കെ, ദാറ്റ് ഈസ് എയർ സ്പീഡ് ഈസ് ഈക്വൽ ടു ഗ്രൗണ്ട് സ്പീഡ് പ്ലസ് ഓർ മൈനസ് വിൻഡ് സ്പീഡ്. പിന്നെ അവിടെ നമ്മൾ റെഫർ ചെയ്യുന്ന ഒരു നമ്പർ എന്ന് പറയുന്നത് മാക് നമ്പറാണ്. ദാറ്റ് ഈസ് ഇൻ കേസ് വെൻ സ്പീഡ് ഓഫ് ദ എയർക്രാഫ്റ്റ് ഇൻ കേസ് ഈസ് ഈക്വൽ ടു ദ സ്പീഡ് ഓഫ് ദ സൗണ്ട്. സപ്പോസ് അവിടെ വരുന്ന സ്പീഡ് എന്ന് പറയുന്നത് സൗണ്ടിൻ്റെ സ്പീഡിനേക്കാളും കുറവാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതലാവുന്ന കേസസ് ആണെങ്കിൽ അത് അവിടെ നമ്മൾ റെഫർ ചെയ്യുന്ന ടേംസ് എന്ന് പറയുന്നത് സബ് സോണിക് അല്ലെങ്കിൽ സൂപ്പർ സോണിക് എയർക്രാഫ്റ്റ് എന്നായിരിക്കും. നെക്സ്റ്റ് വി ആർ റെഫറിങ് അബൌട്ട് ദ എയർക്രാഫ്റ്റ് വെയ്റ്റ്. അതിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേംസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് മാക്സിമം ഗ്രോസ് ടേക്ക് ഓഫ് വെയ്റ്റ്. സോ അത് റെഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ it is actually the total weight which is certified during takeoff. അത് ടേക്ക് ഓഫ് ടൈമിൽ നമുക്ക് മാക്സിമം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു വെയ്റ്റിനെയാണ്, സർട്ടിഫൈ ചെയ്തിട്ടുള്ള ആ ഒരു കറസ്പോണ്ടിങ് വെയ്റ്റിനെയാണ് മാക്സിമം ഗ്രോസ് വെയ്റ്റ് എന്ന് പറയാം, വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ഡിസൈൻ പർപ്പസസ്. ഡിസൈൻ പർപ്പസസിനായിട്ട് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ലോഡാണ് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് maximum structural landing weight. So when a trip is considered, a part of the fuel is consumed. So നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന മാക്സിമം ഗ്രോസ് ടേക്ക് ഓഫ് വെയ്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ഫ്യൂവൽ കൺസപ്ഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, സോ അത് റെഡ്യൂസ് ചെയ്തിട്ട് വന്നിട്ടുള്ള റിമൈനിങ് വെയ്റ്റ് തന്നെയാണ് മാക്സിമം സ്ട്രക്ചറൽ ലാൻഡിംഗ് വെയ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഓപ്പറേറ്റിംഗ് എംപ്റ്റി വെയ്റ്റ്. ദാറ്റ് ഈസ് ദ വെയ്റ്റ് ഓഫ് ദ എയർക്രാഫ്റ്റ് ഇൻക്ലൂഡിങ് crew and also all necessary gear required for the flight. അതിനെയാണ് ഓപ്പറേറ്റിംഗ് എംപ്റ്റി വെയ്റ്റ് എന്ന് പറയാം. അതിൽ പേ ലോഡ് ആൻഡ് ഫ്യൂവൽ ലോഡ്സ് ഉണ്ടാവത്തില്ല. പേ ലോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ടാക്സ് കിട്ടുന്ന കൈൻഡ് ഓഫ് ലോഡ്സിനെയാണ് പേ ലോഡ് എന്ന് പറയാം. അതായത് നമ്മുടെ ബാഗേജസ്, കാർഗോസ് അല്ലെങ്കിൽ പാസഞ്ചേഴ്സൊക്കെ വഴിയായിട്ടാണ് നമുക്ക് ആക്ച്വലി ഇൻകം കിട്ടുന്നത്. എയർ ട്രാഫിക്കിന് ഇൻകം കിട്ടുന്നത് ആ ഒരു ലോഡ് വഴിയായിട്ടാണ്. സോ അതിനെയാണ് പേ ലോഡ് എന്ന് പറയാം. ഓക്കെ, സോ അതും ഫ്യൂവൽ ലോഡ്സും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള വെയ്റ്റിനെയാണ് ഓപ്പറേറ്റിംഗ് എംപ്റ്റി വെയ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പേ ലോഡ്. ടോട്ടൽ റവന്യൂ പ്രൊഡ്യൂസിങ് ലോഡ് ഇസ് നോൺ ആസ് എ പേ ലോഡ്. നമ്മൾ പറഞ്ഞായിരുന്നു വെയ്റ്റ് ഓഫ് ദ പാസഞ്ചേഴ്സ്, വെയ്റ്റ് ഓഫ് ദ ബാഗേജസ്, വെയ്റ്റ് ഓഫ് ദ കാർഗോസ്, എവറിത്തിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ പേ ലോഡ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് ഫ്യൂവൽ സ്പില്ലിംഗ്. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് എയർക്രാഫ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. So spilling of fuel and lubricants are usually found in the loading aprons and hangars. Okay, this spilling can have an adverse impact on the bituminous pavement surfaces. Next, we are discussing about the jet blast. Jet blast is actually the blast coming out of the jet engine at the rear part of the aircraft.
These are actually the hot exhaust gases which can have a severe impact on the passengers boarding the aircraft. Okay, its severity depends upon the angle of the tailpipe. Also it depends upon the height of the tailpipe with respect to the ground. ഇതിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു ഹോട്ട് എക്സോസ്റ്റ് ഗ്യാസസ് എന്ന് പറയുന്നത് ആ ഒരു പാസഞ്ചേഴ്സിനെ അഡ്വേഴ്സ്ലി അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് ഡിസ്കസ്ഡ് എമംഗ് വൺ ഓഫ് ദ aircraft characteristics. Next one is a minimum circling radius. It is a minimum radius in space required for the aircraft to take a smooth turn. It depends upon the type of aircraft, air volume and the weather conditions. Next characteristics is minimum turning radius. We will discuss with the help of a figure. So in order to determine the radius of taxiways and to decide on the position of aircraft in loading aprons and hangars, നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? അവിടെയുള്ള ആ ഒരു ടേണിംഗ് മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നമ്മൾ സ്റ്റഡി ചെയ്യണം. സോ അതിനായിട്ട് ആ ഒരു ഫിഗർ നോക്കുക. ആ ഫിഗറിൽ നമുക്ക് 2 ആക്സിസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു എയർക്രാഫ്റ്റ് സ്റ്റിയർ ചെയ്യുമ്പം കറസ്പോണ്ടിങ് ആയിട്ട് ആ നോസ് ഗിയറിന് എലോങ് ആയിട്ട് ഒരു ആക്സിസ് വരച്ചിട്ടുണ്ടാവും. ഓക്കെ, ആ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് റെഫേർഡ് ടു ആസ് ലൈൻ ഡ്രോൺ ത്രൂ ദ ആക്സിസ് ഓഫ് നോസ് ഗിയർ. അതാണ് ഫസ്റ്റ് ആക്സിസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ലൈൻ റെഫർ ചെയ്യുന്നതെന്ന് പറയുന്നത് ആക്സിസ് ഓഫ് മെയിൻ ഗിയർ. ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ലൈൻ ഡ്രോൺ ത്രൂ ദ ആക്സിസ് ഓഫ് മെയിൻ ഗിയർ എന്നൊരു വേർട്ടിക്കൽ ലൈൻ കാണിച്ചിട്ടുണ്ട്. സോ ആ 2 പോയിൻ്റ്, ആ ഒരു 2 ലൈൻ മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിൻറ്റിനെയാണ് സെൻറ്റർ ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു സെൻറ്റർ ഓഫ് റൊട്ടേഷനിൽ നിന്ന് നമ്മുടെ ഫർദസ്റ്റ് ടിപ്പ് ഓഫ് ദ എയർക്രാഫ്റ്റ് വിങ്, അതായത് നമുക്ക് 2 സൈഡിലും ഓരോരോ എയർക്രാഫ്റ്റിന് ഓരോരോ വിങ് അവൈലബിൾ ആണ്. നമ്മൾ ആ സെൻറ്റർ ഓഫ് റൊട്ടേഷൻ പോയിൻറ്റിൽ നിന്ന് 2 പോയിൻറ്റിലേക്കും കൺസിഡർ ചെയ്യുമ്പോൾ ഏത് പോയിൻ്റ് ആണോ ഫേർദസ്റ്റ് ആയിട്ടുള്ളത് ആ ഒരു പോയിൻറ്റും ആ സെൻറ്റർ ഓഫ് റൊട്ടേഷനും കൂടെ കണക്ട് ചെയ്ത് വരുന്ന ആ ഒരു ലൈൻ, ആ ഒരു ഡിസ്റ്റൻസിനെയാണ് ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത്. ഫിഗറിൽ ആ ഒരു ഡിസ്റ്റൻസ്, ആ ഒരു ഇക്വലൻ്റ് ഡിസ്റ്റൻസ് ആണ് ടേണിംഗ് റേഡിയസ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ സെൻറ്റർ ഓഫ് റൊട്ടേഷൻ തൊട്ട് നമ്മുടെ ആ ഒരു വിങ്ങിൻ്റെ ഫേർദസ്റ്റ് പോയിൻറ്റ്, അതായത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫിഗറിന് അക്കോർഡിംഗ് ആയിട്ട് ലെഫ്റ്റ് സൈഡിലെ വിങ്ങിലെ എക്സ്ട്രീം പോയിൻ്റ് ആണ് അവിടെ ഫേർദസ്റ്റ് പോയിൻ്റ് ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ആ ഒരു വിങ്ങിലെ ആ ഒരു പോയിൻറ്റും ആ ഒരു സെൻറ്റർ ഓഫ് റൊട്ടേഷൻ എന്നുള്ള ആ ഒരു പോയിൻറ്റും കണക്ട് ചെയ്തിട്ട് വരുന്ന ആ ഒരു ഡിസ്റ്റൻസ്, അതിനെയാണ് മിനിമം ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഡിസ്റ്റൻസ് ആണ് ആ ഒരു ഫിഗറിൽ ടേണിംഗ് റേഡിയസ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ നോയ്സ് പാരാമീറ്റർ. നമുക്ക് ജനറലി 2 ടൈപ്പ് ഓഫ് നോയ്സസ് ആണ് വരിക. ഫസ്റ്റ് വൺ ഈസ് എ മെഷീനറി നോയ്സ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് എ പ്രൈമറി ജെറ്റ്. സോ പ്രൈമറി ജെറ്റ് is occurring in case of taking off operation and machinery noises are generally observed in case of landing. Okay, so major ആയിട്ടുള്ള നോയ്സ് ഇഷ്യൂ എന്ന് പറയുന്നത് പ്രൈമറി ജെറ്റ് ആയിരിക്കും compared to the machinery noises, and it is measured using sound level meters. Okay, the next parameter considered is range. Range is actually the distance that an aircraft can travel without refueling. നമ്മൾ വീണ്ടും ഫ്യൂവൽ യൂസ് ചെയ്യാണ്ട് ഫർദറായിട്ട് നമ്മൾ യൂസ് ചെയ്യാണ്ട് എത്ര ഡിസ്റ്റൻസ് വരെ ട്രാവൽ ചെയ്യാം, അതിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ സൈസ് ഓഫ് എയർക്രാഫ്റ്റ്. അതിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഫ്യൂസ്ലേജ് ലെങ്ത്, ഗിയർ ട്രെഡ്, ഹൈറ്റ്, ടെയിൽ വിഡ്ത്ത്, വീൽ ബേസ് ആൻഡ് വിങ് സ്പാൻ. അതിൽ ഫ്യൂസ്ലേജ് ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ എയ്റോപ്ലെയിൻ്റെ നോസ് ടിപ്പ് തൊട്ട് ടെയിൽ എൻഡ് വരെയുള്ള കറസ്പോണ്ടിങ് ലെങ്തിനെയാണ് പറയുന്നത്. ആ ഒരു ഫിഗറിന് അക്കോർഡിംഗ് ആയിട്ട് പഠിക്കുക. സോ യു ക്യാൻ റെഫർ ഇൻ ടു ദ ഫിഗർ. ഫസ്റ്റ് വൺ ആണ് ഫ്യൂസ്ലേജ് ലെങ്ത് കാണിച്ചിരിക്കുന്നത്. ആ ഒരു നോസ് ടിപ്പ് തൊട്ട് ആ ഒരു എൻഡ് ടെയിൽ പോയിൻ്റ് വരെയുള്ള ആ ഒരു ലെങ്തിനെയാണ് ഫ്യൂസ്ലേജ് ലെങ്ത് എന്ന് പറയുക. സെക്കൻഡ് ഫിഗർ ഈസ് എ ഗിയർ ട്രെഡ്. 2 ഗിയർ മെയിൻ ഗിയേഴ്സ് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് ഗിയർ ട്രെഡ് എന്ന് പറയുക. ആൻഡ് തേർഡ് വൺ ഈസ് ഹൈറ്റ്. സോ ഹൈറ്റ് മെയിനായിട്ട് നമ്മൾ റെഫർ ചെയ്യുന്നത്, നമ്മൾ ഹാങ്ങേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടെർമിനോളജി പഠിച്ചായിരുന്നു. വാട്ട് ഈസ് ഹാങ്ങേഴ്സ്? ഹാങ്ങേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എയർക്രാഫ്റ്റ് യൂസ് ചെയ്യാത്ത ടൈമിൽ നമ്മളതിനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ വെച്ചിരിക്കുന്ന
ബിൽഡിങ്സിനെയാണ് നമ്മൾ ഹാങ്ങേഴ്സ് എന്ന് പറഞ്ഞത്. അത് റിപ്പയർ പർപ്പസസിനായിട്ടോ അല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടോ യൂസ് ചെയ്ത ബിൽഡിങ്സിനെയാണ് നമ്മൾ ഹാങ്ങേഴ്സ് എന്ന് പറഞ്ഞത്. സോ അതിൻ്റെ ഹൈറ്റും അതിൻ്റെ എക്യുപ്മെൻറ്റ്സിൻ്റെ ഹൈറ്റും ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്ന പാരാമീറ്റർ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററാണ്. നെക്സ്റ്റ് you can see the tail width, wingspan and the wheelbase parameters shown in the figure. Next characteristics is takeoff and landing distances. It determines the minimum runway length required for a particular type of aircraft. It further depends upon altitude of the airport, gradient of the runway, intensity and direction of the wind, manner of landing and takeoff, temperature and the weight of aircraft at a time of landing and takeoff. These are the different parameters which further depends upon. Okay. The next parameter is tire pressure and contact area. Tire pressure and wheel load gives an indication about width, type and strength of the pavement required. Next we are discussing about the type of propulsion. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എൻജിൻസ് വഴി നമുക്ക് നമ്മുടെ എയർക്രാഫ്റ്റ് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ ഏത് ടൈപ്പ് ഓഫ് എൻജിനാണെന്ന് അക്കോർഡിംഗ് ആയിട്ട് നമുക്ക് 3 രീതിയിൽ പറയാം. ഫസ്റ്റ് വൺ ഇസ് എ പിസ്റ്റൺ എൻജിൻ, സെക്കൻഡ് വൺ ഇസ് എ ജെറ്റ് എൻജിൻ ആൻഡ് തേർഡ് വൺ ഇസ് എ റോക്കറ്റ് എൻജിൻ. ഓക്കെ, സോ അപ്പം പിസ്റ്റൺ എൻജിൻ ആണെങ്കിൽ നമ്മളവിടെ ഒരു പിസ്റ്റൻ്റെ മൂവ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടോർക്ക് ജനറേറ്റ് ചെയ്യും. അതിൻ്റെ ബേസിസിലായിരിക്കും അവിടെ നമ്മൾ ആ ഒരു എയർക്രാഫ്റ്റ് മൂവ് ചെയ്യുക. ഫോർ വിച്ച് നമുക്കൊരു 500 km/h വരെ നമുക്ക് ലോ ആൾട്ടിറ്റ്യൂഡ്സിൽ വെലോസിറ്റീസ് അഫോർഡ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ ഇസ് എ ജെറ്റ് എൻജിൻസ്. സോ ഒരു ഹൈ ത്രസ്റ്റിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ ആ ഒരു മൂവ്മെൻറ്റ് ഫോർവേഡ് ചെയ്യുന്നത്. ആൻഡ് വി ക്യാൻ അഫോർഡ് ടു ഹാവ് എ വെലോസിറ്റി ഓഫ് 800 to 2400 km/h. സോ ആ ഒരു വെലോസിറ്റി റേഞ്ച് നമുക്ക് ജെറ്റ് എൻജിൻസ് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റും, വിച്ച് ക്യാൻ ബി ഈവൻ ബി യൂസ്ഡ് ഇൻ ദ ഹൈ ഓൾട്ടിറ്റ്യൂഡ്സ്. നെക്സ്റ്റ് വൺ ഇസ് എ റോക്കറ്റ് എൻജിൻ വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ട്രാൻസ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ. അതായത് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് സ്പേസിലേക്ക് പോകുന്ന ആ ഒരു ഏരിയനെയാണ് ട്രാൻസ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് എന്ന് പറയാം, വെർ വി ക്യാൻ മേക്ക് യൂസ് ഓഫ് എ വെലോസിറ്റി ഓഫ് 4600 km/h.